ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നടക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു കാര്യം അത് നടക്കുമെന്ന് പൂർണ്ണമായും നിങ്ങൾ ഈ ഒരു സമയം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച വിഷമങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള ഒരു സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി, അത് മാനിഫെസ്റ്റ് ആയിക്കോളും എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം, കുറേ അവഗണനകൾക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങളതിൽ പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ ഈ സമയത്തെ ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ കൂടുതൽ ആൾക്കാർക്കും കാണുന്നത്. പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ്. എല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണോ പരിശ്രമിച്ചത് ആ പരിശ്രമത്തിന് ഒരു ഫലമുണ്ടാകുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങളുടെ കുണ്ടലിനിയൊക്കെ റേസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം ട്രാവൽ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്നവർക്ക് അതുണ്ട്. എന്തായാലും ഒരു പൂർണ്ണത ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു ബ്രില്യൻ സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം വരുന്ന ഒരു സക്സസ് ആയിരിക്കും അത്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് സക്സസ് ആകുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാമായി എന്നൊരു ചിന്തയാണ്.
അത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ്. അപ്പോൾ മനസ്സുകൊണ്ട് ഒരു തൃപ്തി വരുന്ന ഒരു സമയമാണ്. ഞാൻ ഓക്കെയാണ് എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു മനസ്സമാധാനവും സന്തോഷവുമൊക്കെ തോന്നുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്കും അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. കാരണം ഈ ഒരു സമയമെന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. പക്ഷേ അത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒക്കെ ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത തരത്തിൽ അത്രയും വലിയ പെയിൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹീലായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ ഇപ്പോൾ ഒരു പുതിയ പ്രതീക്ഷയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിച്ച ആ ഒരു കാര്യം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ ഒരു തിരിച്ചറിവ് ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സംഭവിച്ച പല കാര്യങ്ങളെപ്പറ്റിയും ഉള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ് ഇത് എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റിയാണ്, പ്രൊട്ടക്ഷനാണ്, സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. വേറെ ആരോടും ഒരു തരത്തിലുള്ള ഒരു അഡ്വൈസും ഈ ഒരു സമയം നിങ്ങൾ ചോദിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാറ്റാത്ത ചില തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കുമെന്ന് കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും എന്നും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാരമ്പര്യമായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഈ സമയം കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ അമ്മ വഴി നിന്ന് ഉള്ളതായിരിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം ഒരു ഗിഫ്റ്റ് പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു എനർജിയാണ്. പിന്നെ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. അതായത് മരിച്ചുപോയ ഏതോ ഒരു ആൻസിസ്റ്റർ അവർ വഴി ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അവർ വഴി ഒരു ബ്ലെസ്സിങ്സ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് അമ്മയുടെ അമ്മയായിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അത് റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ഈ സമയം നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ്. കാരണം മറ്റുള്ളവർ നിങ്ങളോട് ഈ സമയം ഒരു വാക്ക് തർക്കത്തിന് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളോട് മത്സരിക്കാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം മാക്സിമം നിങ്ങൾ ക്ഷമിച്ചിരിക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നും, നിങ്ങളോട് മത്സരിക്കാൻ തോന്നും. അങ്ങനെ എല്ലാ സമയവും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല. ഈ ഒരു സമയം
നിങ്ങളോട് ആരെങ്കിലും ഒരു യുദ്ധത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുക. എന്തെന്നാൽ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാൻ ദൈവമായിട്ട് തന്നെ വഴിയൊരുക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വീട്ടിലുള്ളവരുമായി എന്തെങ്കിലും വഴക്കോ മറ്റോ ഉണ്ടായാൽ പോലും നിങ്ങൾക്കത് ക്ഷമിച്ചു കൊടുക്കാനും അവർക്ക് സ്നേഹത്തിൻ്റെ എനർജി അവരിലേക്ക് പകർന്നു നൽകുവാനും സാധിക്കണം എന്നാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ തോറ്റു പോകുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു പടി മുകളിലേക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർക്ക് ഈ സമയം നിങ്ങളോട് ഒരു സ്നേഹവും കരുണയുമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ഒരു സമയം നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹവും അവരെ ഒന്ന് സഹായിക്കണമെന്നും ഒക്കെ തോന്നുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ മൂൺ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കാനും പോസിറ്റീവായിട്ട് നിങ്ങൾക്കിരിക്കാനും നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കാനുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡിവൈനിൽ നിന്നുള്ള ആ ഒരു സൈൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ്. പിന്നെ ചില ആൾക്കാർക്ക് അൺനെസസറി വറി ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഭയമൊക്കെ മാറ്റി വയ്ക്കുക. നമ്മൾ പേടിക്കുമ്പോഴാണ് ടെൻഷൻ അടിക്കുന്നത്. വരുന്നത് വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ചതിയിൽ പെട്ടുപോയ ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ആരെങ്കിലും ആവാം, നിങ്ങളായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സഹായവുമായിട്ട് ആരെങ്കിലും വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ പണ്ട് ചീറ്റ് ചെയ്തു പോയ ഏതെങ്കിലും ആൾക്കാർക്ക് നിങ്ങളായിട്ടൊരു സഹായം കൊടുക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. കാരണം നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ പറ്റിച്ചിട്ട് പോയ ആൾക്കാർ ഈ ഒരു സമയം അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരോ ഒരാൾ വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഫലം വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചില കർമ്മങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പം തന്നെ ഫലം വരണമെന്ന് വിചാരിക്കരുത്. ചില ആൾക്കാർ പ്രാർത്ഥിക്കും, എന്തെന്നാൽ കുറേ കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഫലം വരുന്നില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്നായാലും ഫലം കിട്ടും. അത് കിട്ടില്ല എന്ന് വിചാരിക്കരുത്. എപ്പോഴായാലും അതിന് ഫലം കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. അതിൽ നിങ്ങൾ അവിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കർമ്മയാണ് നമ്മളുടെ ഫലം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ലാഭം കിട്ടും എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പണം ലഭിക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനുള്ള ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആകുന്ന ഒരു സമയമാണ്. പക്ഷികളോടും മരങ്ങളോടും ഒക്കെ സംസാരിക്കാനുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളിലേക്ക് എത്തിയ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുള്ള ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, പാസ്റ്റിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്,
എന്താണോ നിങ്ങളിൽ ഇല്ലാതിരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇത്. അതുപോലെ തന്നെ ഈ സമയം ദൈവാധീനം വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. ഈ സമയം നിങ്ങളൊരു വിന്നറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഒരു വിജയിയായി നിൽക്കുന്ന ഒരു ഭാവമാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് ഇതിൽ കാണുന്നത്. ഒരു അധികാരത്തിൻ്റെ പദവിയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ട് വളരെ സന്തോഷത്തിൽ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാവാം, കുറേ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടാവാം, നിങ്ങൾക്ക് നഷ്ടബോധമുണ്ടാകാം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ കൂളായിട്ട് നിങ്ങളാണ് വിജയി. അപ്പോൾ അതുകൊണ്ട് തന്നെയാവാം വരുന്നത് വരട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പുതിയൊരു കാര്യത്തിന് ഇവിടെ തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമാകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. അപ്പോൾ ഇതിൽ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ആഘോഷങ്ങളാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ സന്തോഷത്തിലിരിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് ഇത്. ഇതിൽ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ അടുത്ത ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചില ആഘോഷങ്ങളിൽ വെച്ച് നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമയം കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കേണ്ട ഒരു അവസരം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു മാരേജ് ആവാം, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് ആകാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാവാം, അവരെ നിങ്ങളിലേക്ക് റീകണക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലേക്കോ, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്കോ ഒക്കെ നിങ്ങൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്ന വ്യക്തികൾ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പായി പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഒന്ന് റീയൂണിയനുമായിട്ട് വരാനുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നഷ്ടപ്പെടലിൻ്റെ ഒരു ഓർമ്മയിൽ ചില വ്യക്തികൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാർ ഇത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അത് മരണപ്പെട്ടു പോയതായിരിക്കാം. ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കാം. കാരണം ഇതിൽ ഒരു ഫയർ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതാവാം. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവാം. നിങ്ങൾ ഇത്തരത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. വേറൊരു ശക്തിക്കും അത് പറ്റുകയില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നും മാറേണ്ടിയിരിക്കുന്നു.
എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെഡിറ്റേഷനാണ്. ഈ സമയം കുറേ ആൾക്കാർ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടാവാം. ക്ഷീണമൊക്കെയുള്ള ആൾക്കാർ ഒന്ന് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ ഇതിൽ പലരും ഒരു മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. കുറേ ആൾക്കാർക്ക് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ചില ആൾക്കാർ നിങ്ങളുടെ ഫിനാൻസിനെ സംബന്ധിച്ച് വളരെ കരുതലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ചില വ്യക്തികൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് കൺഫ്യൂഷനിലിരിക്കുന്ന ചില ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഈ ഒരു സമയം ആലോചിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം. ശരിക്കും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചാരിറ്റിയൊക്കെ ചെയ്യാൻ ഈ ഒരു സമയം ശ്രമിക്കണം എന്നും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങളിരിക്കുന്നത്, അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.